പക്ഷേ എന്താ? ഗൗരിയുടെ ശബ്ദത്തിൽ ആശങ്ക നിറഞ്ഞു. വിവാഹത്തിന് കുറച്ച് സമയം കൂടി വേണം. ഗൗരി അമ്പരന്ന അദ്ദേഹത്തെ നോക്കി. എന്തിനാ കൃഷ്ണേട്ടാ? കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലല്ലേ? കൃഷ്ണേട്ടൻ തല കുനിച്ചു. ഇഷ്ടം തന്നെയാ. പക്ഷേ മനുവിൻ്റെ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടാണ്. പുറത്തു കാണിക്കാറില്ല അവൻ. കുറച്ച് കടങ്ങളുണ്ട് അവന്. ഗൗരി ഞെട്ടി. കടങ്ങളോ? അതെ, അദ്ദേഹം ശാന്തമായി പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ വീട്ടിലെ കാര്യങ്ങൾ, ബിസിനസ്സിലെ നഷ്ടം എല്ലാം ചേർന്നപ്പോൾ മനുവിൻ്റെ തലയിൽ ബാധ്യതകൾ വന്നു. അതുകൊണ്ടാണ് അവൻ പട്ടണത്തിലേക്ക് ജോലിക്കായി പോകാൻ തീരുമാനിച്ചത്. ഗൗരി മിണ്ടാതെ കേട്ടിരുന്നു. അവൻ പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്. എനിക്ക് താരയെ വിവാഹം കഴിക്കണം അച്ഛാ. പക്ഷേ കടബാധ്യതകളോടെ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അവളെ സന്തോഷത്തോടെ നോക്കാൻ കഴിയൂ എന്നാണ്. ഗൗരിയുടെ കണ്ണുകൾ നനഞ്ഞു. മനുവിനോടുള്ള ആദരവ് അവളുടെ മനസ്സിൽ കൂടുകയായിരുന്നു. പാവം കുട്ടി, അവൾ പതുക്കെ പറഞ്ഞു. കൃഷ്ണേട്ടൻ ചെറുതായി പുഞ്ചിരിച്ചു. അവൻ താരയെ വളരെ സ്നേഹിക്കുന്നുണ്ട് ഗൗരി. അതുകൊണ്ടാണ് ഈ അകലം. സ്വന്തം പ്രശ്നങ്ങൾ തീർത്ത് ഉറച്ചൊരു ജീവിതം നൽകി അവളെ വിവാഹം കഴിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഗൗരി തല കുനിച്ചു. ഞാൻ താരയോട് സംസാരിക്കാം. അവൾ മനുവിനെ കാത്തിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് കേട്ട് കൃഷ്ണേട്ടൻ്റെ കണ്ണുകളിൽ ആശ്വാസം തെളിഞ്ഞു. പുറത്ത് മഴ വീണ്ടും പതുക്കെ പെയ്യാൻ തുടങ്ങി. പക്ഷേ ആ വീടിനുള്ളിൽ പ്രതീക്ഷയുടെ ഒരു വെളിച്ചം തെളിഞ്ഞു. മഴയുടെ ശബ്ദം വരാന്തയെ നിറച്ചുകൊണ്ടിരുന്നു. ഗൗരി കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നെ മനസ്സിലെ ഭാരം തുറന്നു പറയുന്ന പോലെ കൃഷ്ണേട്ടനെ നോക്കി. കൃഷ്ണേട്ടാ, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താ ഗൗരി? അദ്ദേഹം ശാന്തമായി ചോദിച്ചു. ഗൗരി ഒന്ന് മടിച്ചു. എൻ്റെ ചേട്ടൻ രാഘവേട്ടന് ഇതറിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാക്കും. കൃഷ്ണേട്ടൻ്റെ മുഖം ഗൗരവമായി. രാഘവനോ? അതെ. ഗൗരി തല കുനിച്ചു. ചേട്ടന് ഒരേ ഒരു മോഹം, തൻ്റെ മകൻ വേണുവിനെ കൊണ്ട് താരയെ വിവാഹം കഴിപ്പിക്കണമെന്ന്. കൃഷ്ണേട്ടൻ ഒന്നും പറയാതെ കേട്ടിരുന്നു. പക്ഷേ എൻ്റെ മോൾക്ക് അവനെ ഇഷ്ടമല്ല കൃഷ്ണേട്ട. അവനെ കാണുന്നത് തന്നെ അവൾക്ക് ദേഷ്യമാണ്. ഗൗരിയുടെ ശബ്ദത്തിൽ അമ്മയുടെ വേദന നിറഞ്ഞു. വേണുവിൻ്റെ സ്വഭാവവും രീതികളും എനിക്കും ഇഷ്ടമല്ല. പണമുണ്ടെന്ന അഹങ്കാരം മാത്രം. താരയെ ഒരിക്കലും മനസ്സിലാക്കാൻ അവനായിട്ടില്ല. കൃഷ്ണേട്ടൻ പതുക്കെ പറഞ്ഞു. അപ്പോൾ താരയ്ക്ക് മനുവിനോടുള്ള ഇഷ്ടം രാഘവൻ അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, അറിഞ്ഞാൽ വീട്ടിൽ സമാധാനമുണ്ടാകില്ല, ഗൗരി വിഷമത്തോടെ പറഞ്ഞു. വഴിയിലൂടെ ഗൗരി നടന്നു പോകുമ്പോൾ മനു പിന്നിൽ നിന്ന് വിളിച്ചു. അമ്മേ. ഗൗരി തിരിഞ്ഞു നോക്കി. എന്താ മോനെ? മനു അല്പം അടിച്ചു നിന്നു. അച്ഛനോടെല്ലാം പറഞ്ഞോ? ഗൗരി ചെറുതായി ചിരിച്ചു. നീ കൃഷ്ണേട്ടനോട് നേരത്തെ എല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? അച്ഛൻ അന്ന് എനിക്ക് മറുപടി ഒന്നും തന്നിരുന്നില്ല, അതുകൊണ്ടാ. മനുവിന്റെ മുഖത്ത് ടെൻഷൻ നിറഞ്ഞു. അച്ഛൻ എന്തു പറഞ്ഞു? ഗൗരി നേരെ മറുപടി ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം അവനെ നോക്കി നിന്നു. നിന്റെ അച്ഛൻ കൃഷ്ണേട്ടൻ എത്ര വർഷമായി എൻ്റെ ശങ്കരേട്ടനുമായി കൂട്ടുകാരാണെന്ന് നിനക്കറിയാമോ? മനു തല കുലുക്കി. നിങ്ങൾ ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിക്കുമ്പോഴേ അവർ തമാശ പറയുമായിരുന്നു, ഇവരെ നോക്കിയാൽ ഭാവിയിൽ കല്യാണം നടക്കും പോലെ എന്ന്. മനുവിന്റെ കണ്ണുകൾ അതിശയത്തിൽ വലുതായി. സത്യമായിട്ടോ? അതേ മോനെ. ഗൗരി ചിരിച്ചു. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ കൃഷ്ണന് ദേഷ്യമൊന്നും ഉണ്ടായില്ല, മറിച്ച് സന്തോഷമായിരുന്നു. മനുവിന്റെ മുഖത്ത് പതുക്കെ ആശ്വാസം നിറഞ്ഞു. പക്ഷേ ഗൗരിയുടെ ശബ്ദം മൃദുവായി. കൃഷ്ണേട്ടൻ ഒരു കാര്യം മാത്രം എന്നോട് ആവശ്യപ്പെട്ടു. മനു ഇപ്പോൾ പട്ടണത്തിലേക്ക് ജോലിക്കായി പോകുന്നതേ ഉള്ളൂ. ആദ്യം അവൻ ജീവിതത്തിൽ ഒന്ന് ഉറച്ചു നിൽക്കട്ടെ, പിന്നെ വിവാഹം വലിയ ആഘോഷമായി നടത്താമെന്ന്. മനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ ശരിക്കും അങ്ങനെ പറഞ്ഞോ? അതെ. ഗൗരി സ്നേഹത്തോടെ പറഞ്ഞു. നിന്റെ സന്തോഷം കൃഷ്ണന് വളരെ വലുതാണ് മോനെ. അപ്പോൾ പിന്നിൽ നിന്ന് സൈക്കിളിൻ്റെ ബെൽ കേട്ടു. താര. അവൾ അടുത്തേക്ക് വന്ന് ഇരുവരെയും നോക്കി. ഗൗരി ചെറിയൊരു കുസൃതി ചിരിയോടെ താരയെ നോക്കി. ഞാൻ പോയേക്കാം, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. ഗൗരി നടന്നകുന്നു. വഴിയരികിൽ മനുവും താരയും മാത്രം. താര മൃദുവായി ചോദിച്ചു. അമ്മ എല്ലാം പറഞ്ഞോ? മനു തല കുലുക്കി. അച്ഛന് സമ്മതമാണോ? മനു ചെറുതായി ചിരിച്ചു. നമ്മളെക്കാൾ മുമ്പേ നമ്മളുടെ കാര്യം അവർ തീരുമാനിച്ചതുപോലെയുണ്ട്. താരയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തെളിഞ്ഞു. അപ്പോൾ ഇനി പേടിക്കാനില്ലല്ലോ. മനു അവളെ നോക്കി. ഒരു പേടിയുണ്ട്. എന്ത്? നാളെ ഞാൻ പോകുമ്പോൾ നീ കരയുമോ എന്ന്. താര ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണുകൾ നനഞ്ഞു. കാറ്റ് പതുക്കെ വീശി. സന്ധ്യ മങ്ങിക്കൊണ്ടിരുന്നു. അവരുടെ നിശബ്ദതയിൽ പോലും ഒരു ജീവിതത്തിന്റെ തുടക്കം ഒളിഞ്ഞിരുന്നു. താര കണ്ണുകൾ തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ കരയില്ല, അവൾ പറഞ്ഞു.
പക്ഷെ നീ വേഗം തിരിച്ചു വരണം. മനു അവളെ നോക്കി നിന്നു. ബാല്യത്തിൽ പാടത്തും കുളത്തിനരികിലും ഒപ്പം ഓടി നടന്നിരുന്ന ആ കുട്ടി ഇപ്പോൾ തന്റെ ജീവിതത്തിന്റെ ഭാഗമായെന്ന തോന്നൽ അവന്റെ ഉള്ളിൽ നിറഞ്ഞു. ജോലി ഒന്ന് ശരിയാക്കി എല്ലാം തയ്യാറാക്കി ഞാൻ വരും, മനു മൃദുവായി പറഞ്ഞു. പിന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ടി വരില്ല, താര തല കുനിച്ചു. അവരുടെ സംസാരത്തിനിടയിൽ ദൂരത്തു നിന്ന് കൃഷ്ണന്റെ ശബ്ദം കേട്ടു. മനു. ഇരുവരും ഞെട്ടി തിരിഞ്ഞു നോക്കി. വഴിയരികിലൂടെ കൈ പിന്നിൽ കെട്ടി പതുക്കെ നടന്നു വരികയായിരുന്നു കൃഷ്ണൻ. മുഖത്ത് കടുപ്പമൊന്നുമില്ല, ചെറിയൊരു ചിരി മാത്രം. അച്ഛാ, മനു അല്പം പരിഭ്രമിച്ചു. കൃഷ്ണൻ അടുത്തെത്തി രണ്ടുപേരെയും നോക്കി. നിങ്ങൾ സംസാരിച്ചു തീർന്നോ? കൃഷ്ണൻ മനുവിന്റെ അടുത്തേക്ക് വന്നു. നാളെ ജോലിക്ക് പോകേണ്ടതല്ലേ? അതെ അച്ഛാ. എത്ര ദിവസത്തേക്കാ ഇത്തവണ? 3-4 മാസം എടുക്കും. പുതിയ പ്രോജക്റ്റ് ആണെന്നാ പറഞ്ഞേ. കൃഷ്ണൻ തല കുലുക്കി. ശരി, ജോലി നന്നായി നോക്ക്. ബാക്കി കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ നോക്കും. മനു ആശ്ചര്യത്തോടെ അച്ഛനെ നോക്കി. അച്ഛന് ശരിക്കും പ്രശ്നമില്ലേ? കൃഷ്ണൻ ചിരിച്ചു. 3 പേരും ഒരുമിച്ച് വീട്ടിലേക്ക് നടന്നു. അവരുടെ മുന്നിൽ തെളിഞ്ഞിരുന്ന വീട്ടുവിളക്ക് പോലെ ഭാവിയും പതിക്കെ തെളിഞ്ഞു തുടങ്ങുകയായിരുന്നു. അവർ വീട്ടിലേക്ക് നടന്നു കയറുമ്പോൾ ഗൗരി വാതിൽക്കിൽ തന്നെ കാത്തു നിന്നിരുന്നു. എന്തായി അവിടെ? അവൾ ചോദിച്ചു. കൃഷ്ണൻ ചിരിച്ചു. എല്ലാം പറഞ്ഞു തീർന്നു. ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഗൗരിയുടെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു. താര ഒന്ന് മുന്നോട്ട് വന്നു. അമ്മേ, അച്ഛൻ സമ്മതിച്ചു. ഗൗരി ചെറുതായി ചിരിച്ചു. എനിക്കറിയാമായിരുന്നു. താര അതിശയത്തോടെ നോക്കി. അവൻ എതിർക്കുന്ന ആളല്ല, അല്പം നടിക്കുന്ന ആളാണ്, ഗൗരി കണ്ണടച്ചു പറഞ്ഞു. കൃഷ്ണൻ പുഞ്ചിരിച്ചു പറഞ്ഞു. അതെ, എന്റെ പേര് കളയരുത്. എല്ലാവരും ചിരിച്ചു. അന്നേ ദിവസം വൈകുന്നേരം വീട്ടിൽ ചെറിയൊരു സന്തോഷം നിറഞ്ഞ അന്തരീക്ഷമുണ്ടായി. ചായക്കപ്പുകൾ കൈമാറി സംസാരങ്ങൾ നീണ്ടുപോയി. പിന്നെ കൃഷ്ണൻ ഗൗരിയോട് പറഞ്ഞു, നമുക്കിനി കാര്യങ്ങൾ ഉറപ്പാക്കാം. മനു തിരിച്ചു വന്നതിന് ശേഷം വിവാഹ തീയതി നോക്കാം. താരയുടെ കണ്ണുകൾ തിളങ്ങി. മനുവിന്റെ മുഖത്ത് ആശ്വാസം. അടുത്ത ദിവസം പുലർച്ചെ മനു പട്ടണത്തിലേക്ക് പോകാൻ ബാഗ് എടുത്തു. മനു അവളുടെ അടുത്തേക്ക് നടന്നു. ഞാൻ വരും, ഉറപ്പ്. കൃഷ്ണൻ അവന്റെ തോളിൽ കൈവച്ചു. ജോലി മാത്രമല്ല, ജീവിതവും ശരിയാക്കണം. ശരിയാക്കും അച്ഛാ, ഗൗരി ചെറിയൊരു ചിരിയോട് പറഞ്ഞു. പോയി വാ, ഇവിടെയെല്ലാം ഞങ്ങൾ നോക്കാം. മനു ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. താര വാതിലിനരികിൽ നിന്നു കൈവീശി. കൃഷ്ണനും ഗൗരിയും ഒപ്പം നിന്നു. ബസ് നീങ്ങി തുടങ്ങി. പാടങ്ങളും തെങ്ങുകളും പിന്നിലായി മങ്ങിത്തുടങ്ങി. പക്ഷേ മനുവിന്റെ മനസ്സിൽ ഒരു കാര്യം മാത്രം വ്യക്തമായിരുന്നു. ഇത് അവസാനമല്ല, പുതിയ തുടക്കമാണ്. പട്ടണത്തിലെ തിരക്കിലേക്ക് മടങ്ങിയെങ്കിലും മനുവിന്റെ മനസ്സ് നാട്ടിലായിരുന്നു. ഓഫീസിലെ ജോലി, രാത്രി വരെ നീളുന്ന മീറ്റിങ്ങുകൾ, നഗരത്തിന്റെ ശബ്ദങ്ങൾ, എല്ലാത്തിനിടയിലും താരയുടെ ചിരിയും വീട്ടുമുറ്റവും അവനെ പിന്തുടർന്നു. ഓരോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും അവൻ നാട്ടിലേക്ക് വിളിക്കും. അച്ഛനെയും താരയെയും വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കും. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നു. മനുവിന്റെ കടബാധ്യതകൾ ഏറെക്കുറെ അവൻ തീർത്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പതിവില്ലാതെ കൃഷ്ണൻ മനുവിനെ വിളിച്ചു. മോനെ, നീ പോയിട്ടിപ്പോൾ 1 വർഷമായില്ലേ? അതെ അച്ഛാ, എത്ര പെട്ടെന്നാണ് 1 വർഷം കടന്നുപോയത്, മനു പറഞ്ഞു. മോനെ, അച്ഛൻ നിന്നെ ഇപ്പോൾ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. എന്താ അച്ഛാ? ഗൗരി ഇന്ന് വീട്ടിൽ വന്നിരുന്നു. രാഘവേട്ടന്റെ മകൻ വേണുവിനെ നിനക്കറിയാമല്ലോ. മനു പതിയെ മൂളി. കൃഷ്ണൻ തുടർന്നു. വേണുവും താരയുമായുള്ള വിവാഹം ഉടനെ നടത്തണമെന്ന് രാഘവൻ ഗൗരിയോട് പറഞ്ഞത്രേ. ഗൗരി എന്നോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു വേണുവിന്റെ കാര്യം. നീ ഉടനെ നാട്ടിൽ വരണം.